ഫ്രീ ആണ്. ഒരു കട്ടിംഗ് മാസ്റ്റർ ഒരു 30 മിനിറ്റിൽ കട്ട് ചെയ്യുന്ന ഒരു ബ്ലൗസ് നമുക്ക് ഒരു 2 സെക്കൻഡിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ബ്ലൗസിന്റെ കട്ടിംഗ് പോർഷൻ. സമയം ലാഭിക്കാം, പെട്ടെന്ന് പരിപാടി കഴിക്കാം, പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിൽ തന്നെ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നു. നമ്മൾ ടൈലറിങ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കട്ടിങ് ഈസി ആക്കാനായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ പ്ലസ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുരിദാർ, ഫ്രോക്ക്, ലെഹങ്കാസ്, ഷർട്ട്, പാന്റ്, കോട്ട്, യൂണിഫോംസ് എല്ലാം ചെയ്യാം. നമുക്ക് 2 സെക്കൻഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഫുൾ നമുക്ക് കട്ടിങ് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ. ഇതിലാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ. പ്രിന്റും കൂടി മേടിക്കുമ്പോൾ ഇതിന്റെ കൂടെ ഈ ഒരു കിറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഹവറിന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് 1 യൂണിറ്റ് കറണ്ട് മതി. ഈ പാറ്റേൺ ആക്കി വെച്ചിട്ടുള്ള സംഭവം ഒന്നും വേണ്ട, ഡയറക്റ്റ് തുണിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ചൂടാവില്ല, തുണിക്ക് കംപ്ലൈന്റ് വരില്ല, നമ്മുടെ പോക്കറ്റിൽ കാശ് കുറേ വീഴും. സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്കൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ബുട്ടിക് നടത്തുന്ന ആളാണോ, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടോ? അപ്പോൾ കുറേ ഓർഡേഴ്സൊക്കെ വന്ന് കിടക്കണോ? ഇതൊക്കെ സമയത്തിന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ടെൻഷൻ, ആ ടെൻഷൻ്റെ സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഗണപതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ അത്തിപ്പാലയം പിരിവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ചർച്ച് റോഡിലേക്ക്. അപ്പോൾ കോയമ്പത്തൂരാണ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണ് അറിയേണ്ടത്, നമുക്ക് എവിടേക്കാണ് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വന്നിരിക്കുന്നത് fashion.young laser India's private limited. യെസ്, ലേസർ മെഷീനാണ്. അപ്പോൾ ഇനി ഒരാളുടെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഏത് ഡിസൈൻസ്, ഏത് മോഡൽസ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് മോഡൽസ്, അത് ബ്ലൗസ് വേണോ, കുർത്തീസ് വേണോ, പല മോഡൽസിൽ കേട്ടോ. അപ്പോൾ അതിൽ യൂണിഫോമിൻ്റെ കുറേ ഓർഡേഴ്സൊക്കെ കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വൺ സൊല്യൂഷൻ, fashion.young പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ലേസർ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഒന്ന് കയറി നോക്കിയാൽ എന്താണ് ഇവിടുത്തെ എന്താ മെഷീൻസിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് നമുക്ക് കയറി നോക്കാം. സെക്യൂരിറ്റി സാറ് നമസ്കാരം. അപ്പോൾ നമുക്ക് എന്തായാലും കയറാം, വരൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഓഫീസ് ഏരിയ ആണ്. ശരിക്കുള്ള മെഷീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെമോ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓഫീസ് ഏരിയയിൽ ഇവിടെ ഒരു സുന്ദരി കുട്ടി നിൽക്കുന്നുണ്ട്. ഹായ്, ഈ ഒരു മൈക്കൊന്ന് ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഇത് കോയമ്പത്തൂരാണെന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കണത് മലയാളം. കണ്ട, മലയാളമാണ് ഞങ്ങൾ സംസാരിക്കുക. പേര് പറഞ്ഞേ? അഞ്ജു കൃഷ്ണ. കുറേ നാളായി ഇവിടെ? 1 ഇയറായി. അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് നീങ്ങി നിൽക്കുമോ? ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗകര്യമായിട്ട് ഇരിക്കാം. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡെമോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു fashion.young laser, എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ടൈലറിങ്, അതിൻ്റെ എന്താണ് അതിൻ്റെ? നമ്മൾ ടൈലറിങ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കട്ടിങ് ഈസി ആക്കാനായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ പ്ലസ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. മെഷീൻസും കാര്യങ്ങളും നമുക്ക് മേലെ അവൈലബിൾ ആണ്. മെയിനായിട്ട് കട്ടിങ് വർക്ക് ഈസി ആക്കാനായിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാൻ പവർ, അത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തുണിയൊക്കെ എങ്ങനെ വേസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. അതായത് എവിടെയാണ്, മുകളിലാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാമ്പിളാണ്, ഡെമോ ആണ്. ഇനി നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് എത്തിച്ചു തരാൻ പറ്റും. ഫുൾ ടീം ഇരിക്കുന്നുണ്ട് കേട്ടോ മുകളിൽ. അപ്പോൾ ഒന്ന് കയറി നോക്കിയാൽ എന്താണ് നോക്കുക. അപ്പോൾ അഞ്ജു കൃഷ്ണ. എവിടെ സ്ഥലം? പാലക്കാടുകാരിയാണ്. അപ്പോൾ പോയാലോ? പോവാം. ഇവിടെയാണ് ശരിക്കും നിങ്ങളുടെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വരാണെങ്കിൽ ഡെമോ. അപ്പോൾ മെഷീനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ഡമ്മിയും കാര്യങ്ങളും തുണിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ. നമുക്കിതിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കാനുള്ള ഡെമോ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ ജസ്റ്റ് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ മെഷീൻ മാത്രമേ കിട്ടുള്ളൂ. ആക്ച്വലി ഇതൊരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. വാവ്, സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇതും അടിപൊളി ഒരു ഡ്രസ്സായിട്ടുണ്ട്. ഇതുപോലത്തെ ഡ്രസ്സൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും. അതെ, ഇതുപോലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. വാവ്, സൂപ്പർ. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്? നമ്മൾ ഈ ഒരു ലേസർ കട്ടിംഗ് മെഷീനാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിലാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ. ക്ലോത്ത് ഡയറക്റ്റ്ലി, അതെ, നമ്മൾ മെഷർമെന്റ് എൻ്റർ ചെയ്യണം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ വരുന്നത്. സോഫ്റ്റ്വെയറിൽ കറക്റ്റ് ആയിട്ടുള്ള മോഡൽ സെലക്ട് ചെയ്തിട്ട് മെഷർമെന്റ് എൻ്റർ ചെയ്യണം. മെഷർമെന്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ശരി, അപ്പൊ എന്റെ അളവിനൊക്കെ തയ്ക്കാൻ പറ്റുമോ? അതെ, പറ്റും. ആരുടെ അളവിന് വേണമെങ്കിൽ? അതെ, പറ്റും. അപ്പൊ കുട്ടി നമ്മളെ മലയാളം തമിഴ് എന്റെ അളവിന് തയ്ച്ച ബ്ലൗസ്, 1 ബ്ലൗസ് വേണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ എത്ര ടൈം കൊണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിലല്ലോ നമുക്ക് വീട്ടിലേക്ക് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. വീട്ടിലായാലും സ്റ്റിച്ചിങ് യൂണിറ്റ് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെഷീൻ മേടിക്കാം. അപ്പോൾ
എങ്ങനെയാണ് എൻട്രൻസ് വരെ ഇത് അളവാണ്. അപ്പോൾ നമ്മുടെ അളവ് ഇവിടെ തന്നെ നമുക്ക് എവിടെയാണ് നമ്മുടെ യൂണിറ്റ് എന്ന് വെച്ചാൽ അവിടെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അളവ് എടുത്തിട്ട് അത് ഫുൾ ഇതിൽ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും മെഷർമെൻറ്റ് എടുത്തിട്ടായാലും എങ്ങനെയായാലും സംഭവം ഇതിൽ എൻട്രി ചെയ്യേണ്ട ഒരു കാര്യം നടക്കില്ല. അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ഈ കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് പെർഫെക്റ്റ്. ഇനി മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഈ മെഷർമെൻറ്റ് നമുക്ക് ഇങ്ങനെ എൻറ്റർ ചെയ്യണം. എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്ക്രീനിലൊന്ന് നോക്കിയേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫുൾ ലെങ്ത് അപ്പർ ചെസ്റ്റ് ഇതൊക്കെ സെപ്പറേറ്റ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? അതെ, നമുക്ക് എല്ലാ ഓപ്ഷൻസും സോഫ്റ്റ്വെയറിൽ തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് കസ്റ്റമറുടെ മെഷർമെന്റ് വാങ്ങിയിട്ട് എൻട്രി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കത്രയും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. ഓ അടിപൊളിയിട്ട്. അതെ, സ്ലീവിൻ്റെ അതുപോലെ തന്നെ മിഡിൽ ഹാൻഡ്, ഓ സൂപ്പർ, ആം ഹോളിൻ്റെ, വേസ്റ്റിൻ്റെ ലൂസ്, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി തന്നെ വരും അല്ലേ? അതെ. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ആവറേജ് എന്ന് വെച്ചാൽ നമുക്ക് മാർജിൻ ഇട്ടിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി വരില്ല, അതിന്റെ അളവും കാര്യങ്ങളൊക്കെ. അതെ, നമുക്ക് ലൂസ് കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയറിൽ തന്നെ വരും. ഓക്കെ, പിന്നെ ഇതിൽ ബാക്ക് ഹുക്ക് ആണോ ഫ്രണ്ട് ഹുക്ക് ആണോ ഹുക്ക് രീതിയിലുള്ള പിന്നെ ഇതിലെല്ലാം തരം ബോട്ട് നെക്ക് വേണോ ഡീപ്പ് നെക്ക് വേണോ അങ്ങനെ എല്ലാം തരം ഡീറ്റെയിൽസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ബ്ലൗസ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ചോദിക്കാം, അത് മലയാളിയല്ല, നമുക്ക് മലയാളി മതി. ബ്ലൗസ്, ചുരിദാർ, ഫ്രോക്ക്, ലെഹങ്കാസ്, ഷർട്ട്, പാന്റ്, കോട്ട്, യൂണിഫോംസ് എല്ലാം ചെയ്യാം. നമുക്ക് തുണിയായിട്ടുള്ള എന്ത് സംബന്ധം നമ്മൾ തയ്ച്ചിടുന്നത് എന്തോ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇത് എങ്ങനെ കട്ട് ചെയ്യും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇത് ഇത്ര ഭീകരമായിട്ടുള്ള ഒരു വലിയ മെഷീനാണെന്ന് കാണുമ്പോൾ നമുക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ പേടിക്കേണ്ട. കാരണം നമ്മൾ മാൻ പവർ കൂട്ടുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ കൂലിങ് അല്ലെങ്കിൽ ഓരോ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കൂലിയൊക്കെ കൊടുക്കണേക്കാളും ഒരു 100 ടൈംസ് ബെറ്റർ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു ലേസർ മെഷീൻ. ഇനി ഇത് എങ്ങനെ വർക്കൗട്ട് ആവും? നമുക്കിപ്പോൾ അനാർക്കലി എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങനെ ഇതിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇനി ഇത് വലിയൊരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർക്കായിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ മാഡമാണെന്ന് തോന്നുന്നു. അതെ മാം, ജസ്റ്റ് ഒരു ഹായ്. ഇവിടുത്തെ ഓണറാണ് കേട്ടോ, നമ്മുടെ ഫാഷൻ ഡോട്ട്സിൻ്റെ ഓണറാണ്. ഇവിടെ എത്ര ടൈം? യെസ്, സിൻസ് 2012 ഫീൽഡിൽ ഇരിക്കും മാം. 12 അപ്പോൾ തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഒരാൾക്ക് ഇങ്ങനെ എനിക്ക് മലയാളം എനിക്ക് അറിയില്ല, പക്ഷെ ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അങ്ങനെ അല്ലാതെ അറിയാം. അപ്പം എല്ലാം ഭാഷ ഇവിടെ ഡീൽ ചെയ്യും അല്ലേ? ഒരാൾ വിളിക്കുകയാണെങ്കിൽ എല്ലാ ഭാഷയ്ക്ക് ആളുണ്ട്. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി, തമിഴ്, അങ്ങനെ കന്നഡ ഇനിയുണ്ട്. ഫുൾ ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ട് അല്ലേ? ഓൺലൈൻ ടീം ഉണ്ട്, ഓഫീസ് ഉണ്ട് മാം. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ബ്രാഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കോയമ്പത്തൂരാണ്, പക്ഷെ ഇത് കൂടാണ്ട് 4 ബ്രാഞ്ച് വരെ ഉണ്ട്. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, പിന്നെ നമ്മൾ നിൽക്കുന്ന കോയമ്പത്തൂർ. അങ്ങനെ 4 സ്ഥലത്തും നമുക്ക് ഡെമോ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഡെമോ കാണണമെങ്കിൽ പറഞ്ഞ എവിടെയാണ് നമ്മളുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെമോ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, എങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിച്ചുതരാം. അപ്പോൾ ഞാനൊന്ന് ഡീറ്റെയിൽ ഒക്കെ കാണിച്ചോട്ടെ. ജസ്റ്റ് ഈ ഒരു മൈക്കൊന്ന് എടുത്തോട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു യൂണിറ്റുകാർ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇതാണ് ശരിക്കുള്ള ഒരു കട്ടിങ് മെഷീൻ. ഈ ഒരു കട്ടിങ് മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും യൂണിറ്റിലും വീട്ടിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതില്ലാണ്ട് നമുക്ക് ഒരു പരിപാടി കൂടി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു കത്രിയും ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതെന്താ സംഭവം? ഇത് നമുക്ക് വീട്ടിലൊക്കെ ടൈലറിങ് ചെയ്യുന്നവർക്ക് അവർക്ക് കട്ടിങ് മെഷീനിൽ നിറയെ ഇഷ്യൂസ് ഒക്കെ വരുമല്ലോ. ആ സമയത്ത് നമുക്ക് പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയറിൽ മോഡൽ സെലക്ട് ചെയ്ത് മെഷർമെൻറ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് പേപ്പർ പ്രിൻ്റ് വരും. ഇത് A2 സൈസ് പേപ്പറാണ് വരുന്നത്. A2 സൈസ് പേപ്പറിൽ നമുക്ക് പ്രിൻ്റ് വരും. ബ്ലൗസ് ആണെങ്കിൽ ബ്ലൗസിൻ്റെ ഷേപ്പ് മാത്രം കിട്ടും. ആ ഒരു ബ്ലൗസ് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ മാനുവലായിട്ട് ആ പാറ്റേൺ കട്ട് ചെയ്യുക. എന്നിട്ട് ബ്ലൗസിൻ്റെ ആ ക്ലോത്ത് വരുമല്ലോ, ആ ഒരു ക്ലോത്തിൻ്റെ മേലെ വെച്ച് വരഞ്ഞ് കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കത്തിരി ഒന്നും ഇല്ലാണ്ട് അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ നമ്മൾ എന്തായാലും മേടിക്കണം. അതെ, സോഫ്റ്റ്വെയർ നമുക്ക് രണ്ടിനും കോമൺ ആണ്. ലേസറിനാണെങ്കിലും പ്രിന്ററിനാണെങ്കിലും സോഫ്റ്റ്വെയർ കോമൺ ആണ്. നമുക്ക് മെഷീൻസ് ആണ് 2 ആയിട്ട് വരുന്നത്. ഒന്ന് പ്രിന്റർ യൂസ് ചെയ്തിട്ട് പാറ്റേൺ മാത്രമായിട്ട് എടുക്കാം, അതിൽ ഡയറക്റ്റ്ലി നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതാണ് ഡിഫറൻസ് വരുന്നത്. ഇനിയിപ്പോൾ രണ്ടും 2 പഠിച്ചിട്ടാണ്, 2 രീതിയാണ്, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുത്. ഇനി രണ്ടിനും ഡിഫറൻസും കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ചെറിയ രീതിയിലുള്ള തുടക്കം കുറിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രിന്റർ മെഷീൻ, ഈ പ്രിന്റർ മെഷീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ
ഈ കാണുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും കയ്യിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഒരു പെൻ ഡ്രൈവ്, ജസ്റ്റ് ഒരേ ഒരു പെൻ ഡ്രൈവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെയിം നേരത്തെ കാണിച്ചില്ല ആ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്, ആ അതെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അതിൽ കറക്റ്റ് പക്ക ഒരു ലെവലിൽ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. തുണിയിൽ എങ്ങനെയൊക്കെ കട്ടിങ് വരുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അളവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അളവ് നമുക്ക് ജസ്റ്റ് അധികം നേരമൊന്നും വേണ്ട, നിമിഷം നേരം കൊണ്ട് നമുക്ക് ഒരു കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ യൂണിറ്റൊക്കെ ആണെങ്കിൽ എവിടെയൊക്കെ തുണി വെക്കണം എന്നുള്ളത് ഒരു കണ്ടോ, എവിടെയൊക്കെ തുണി വെക്കണം, ഒരു വേസ്റ്റേജ് ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ഏത് രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫുൾ ഫ്രെയിമിൽ കാണാൻ പറ്റും. ഇനി ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലും വരുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ കോമൺ ആയിട്ടാണ് വരുന്നത്, നമ്മുടെ മെഷീൻസ് മാത്രമേ ഡിഫറെന്റ് വരുന്നുള്ളൂ. അത്രയേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അറിയണവരാണെങ്കിൽ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഈ സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളുണ്ട്. ബോഡി ആം, അതുപോലെ തന്നെ ബാക്ക് ഷോൾഡർ, ഫ്രണ്ട് ഷോൾഡർ, സ്ലീവിൻ്റെ, പിന്നെ ഹിപ്പ് സൈസ്, അങ്ങനെ നമുക്ക് ചുടിദാറിൻ്റെ വേണോ എങ്ങനെ വേണമെങ്കിൽ. ഇതിലിപ്പോൾ ചുടിദാറിൻ്റെ മെഷർമെൻറ്റ് ഒക്കെ എവിടേക്കാണ് എടുക്കേണ്ടത്, എങ്ങനെ എടുക്കേണ്ടത്? നമുക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്ലൗസ് ആണെങ്കിൽ ബ്ലൗസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തേ എവിടെയാ സെലക്ട് ചെയ്യണേ? അണ്ണാച്ചി അല്ല ചേച്ചി വാ, ചേച്ചി അക്ക. അക്ക ഇതിൽ ബ്ലൗസ് പിന്നെ ഇത് കുർത്തീസിൻ്റെ ഒക്കെ എവിടെയാ ഓപ്ഷൻസ് ഉള്ള? അതെ, ഇതിലാണെങ്കിൽ നെക്കിൻ്റെ വിഡ്ത്ത്, സ്ലീവിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, നെക്കിൻ്റെ കർവ് എങ്ങനെയൊക്കെ കൊടുക്കണം. ഇപ്പം നെക്ക് എന്ന് പറയുമ്പോൾ പല മോഡൽ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്ന ഈ ഓട്ടോമാറ്റിക്കലി ഇവിടെ കറക്റ്റ് ആ ഒരു അളവിലേക്ക് വന്നു അല്ലേ? അപ്പോൾ ഇത് ശരിക്കും നോർമൽ ബ്ലൗസിൻ്റെ ആണ് വരുന്നത്, സാധാരണ കട്ടിൻ്റെ. ഇനി ഇതിൽ നമുക്ക് ഈ കുർത്തീസ് ഓക്കെ സ്ലീവ് ടൈപ്പ്, ഒരു മിനിറ്റ്, അത് വെച്ചാൽ സ്ലീവ് ടൈപ്പ് എടുത്തേ. സ്ലീവ് ടൈപ്പ് ഫുൾ സ്ലീവ് ഉണ്ട്, ക്യാപ് സ്ലീവ് ഉണ്ട്, പഫ് സ്ലീവ് ഉണ്ട്, എൽബോ സ്ലീവ്, അങ്ങനെ സ്ലീവ്സിൻ്റെ തന്നെ പല രീതിയിലുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആയി പോകും. അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി കുർത്തീസിൻ്റെ ഒന്ന് എടുത്തേ. ഇതാണ് ശരിക്കും ഫ്രണ്ട് ലുക്ക് വരുന്നത് അല്ലേ? ഇത് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഫ്രണ്ട് ലുക്ക് എടുത്തേ. ഫ്രണ്ട് ലുക്കാണ് ഈ കാണുന്നത്. ഇതിൽ ഫാഷൻ ഡോട്ട് യങ് ലേസർ ടൈലറിംഗ് സോഫ്റ്റ്വെയർ ആണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ കണ്ട ബ്ലൗസിൻ്റെ, അതുപോലെ തന്നെ സൽവാർ കമീസ്, കിഡ്സിൻ്റെ, യൂണിഫോമിൻ്റെ, ജെൻസിൻ്റെ ഷർട്ട്, പാൻറ്റ് എല്ലാം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ മെഷേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതാണ്. ഇപ്പോൾ സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് സൽവാറിൻ്റെ ഇതിപ്പോൾ സൽവാറിൻ്റെ ഓപ്ഷൻസാണ് വരുന്നത്. സൽവാറിൻ്റെ ഓപ്ഷൻസിൽ ഹൈറ്റ്, ചെസ്റ്റ്, വേസ്റ്റ്, അങ്ങനെ സ്ലിറ്റ്, സൈഡ് സ്ലിറ്റ്, സ്ലിറ്റിൻ്റെ ലെങ്ത്, അങ്ങനെ എല്ലാം ഡീറ്റെയിൽസിൻ്റെ ഒരു ഫുൾ നമുക്ക് എന്തൊക്കെ വേണം. അതിൽ പഞ്ചാബി പാൻറ്റ് വേണോ, ഡബിൾ പട്ടിയാല പാൻറ്റ് വേണോ, ലെഗിൻസ് വേണോ, അങ്ങനെ എല്ലാ തരം ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഒരു തുണിയിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തൊക്കെ മേത്തിട്ട് തയ്ച്ചു ഇടാൻ പറ്റുന്നതിൻ്റെ എല്ലാം സൊല്യൂഷനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഫാഷൻ ഡോട്ട് യങ് ലേസർ. ആളങ്ങോട്ട് മുങ്ങി പോയി ഇങ്ങോട്ട് വാ. അപ്പോൾ ശരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ ഓഫീസിൽ എല്ലാ ഡെലിവറിയും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ തന്നെ അവർക്ക് ഓപ്ഷൻ, നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ഫാഷൻ ഡോട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ആയിക്കോളും, ഏത് ലാംഗ്വേജ് ആയിക്കോളും, അതൊന്നും ഒന്നൊരു പ്രശ്നമില്ല. ഫുൾ ബാക്ക് സപ്പോർട്ട് ടീം തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അത്രയും എന്ന് വെച്ചാൽ ഒരു 15-16 ആൾക്കാർ തന്നെ അവിടെ ബാക്കിൽ ഇതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനി 15-16 ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കണേ? നിങ്ങൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഇനി ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോയവരാണെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. ഇത്ര വലിയ മെഷീനൊക്കെ മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും എന്നുള്ളത് ഇല്ല. 24 hours നമുക്ക് കറക്റ്റ് ഇവിടെ ഫുൾ ടീം ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട്, എന്ത് സംശയം വന്നാൽ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഫുൾ സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു മെഷീൻ മേടിച്ച് പോവുക, അത് കഴിഞ്ഞാൽ തീരുന്നതല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം. അതിനോടപ്പുറം നമുക്ക് സർവീസസ് ഉണ്ട്, അതിന് ട്രെയിനിങ് ഉണ്ട്. ഇനി ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യണ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്ക് പ്രാബല്യത്തിൽ വരും, എങ്ങനെ നമുക്കിത് തുണി കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അതും കൂടി നമുക്ക് ലൈവായിട്ട് തന്നെ കാണിക്കാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ പ്രിൻറ്റർ സാധാരണ നമ്മൾ ഇപ്പോൾ ലൈനിങ്ങിലൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ അത് മെയിൻ തുണിയിൽ വെച്ചിട്ടാണ് പിന്നെ കട്ട് ചെയ്തെടുക്കുക, ലൈനിങ്ങിൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ്?
നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം ഒന്ന് സെറ്റ് ചെയ്ത് എൻ്റെ അണ്ണച്ചില്ല അക്ക അക്ക എന്ത് വായാലും പലതാണ്. വാ ഇവിടെ ഒരെണ്ണം ഒന്ന് ഇതിൽ സെറ്റ് ചെയ്തേ പേപ്പറിൽ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഒരെണ്ണം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെ പ്രിൻ്റ് ആക്കി വരണമെന്ന് കൂടി നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാം, എന്നിട്ട് മതി ബാക്കി. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ, എന്താ എങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ട് സേവ് ഡ്രോയിങ്. ഇനി ഇവിടെ പ്രിൻറ്റർ ഓണാക്കി വരുന്നു നമ്മുടെ ബ്ലൗസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ആർക്കോ വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള അളവ് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ഡെമോ പേർപ്പസ്, നമുക്ക് നമ്മുടെ കറക്റ്റ് അളവിന് കിട്ടും. ഇനി കറക്റ്റ് അളവ് തന്നെ ഇതിൽ കൊടുക്കണം അല്ലേ, മാർജിൻ ഓട്ടോമാറ്റിക്കലി വരും. ആ ഇതിങ്ങനെയായിരിക്കും വരിക കേട്ടോ. ഇതൊക്കെയാണ് പ്രിൻറ്റിൽ വരുന്നത്. അടിപൊളി അല്ലേ. അപ്പോൾ നമ്മൾ പ്രിന്റർ പേപ്പർ അല്ലാതെ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുമോ, എങ്ങനെയാ പരിപാടി? പേപ്പർ നമുക്ക് തന്നെ വാങ്ങാവുന്നതാണ് സ്റ്റേഷനറിയിൽ. സാധാരണ സ്റ്റേഷനറി പ്രിന്ററും സോഫ്റ്റ്വെയറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് അളവ്, അപ്പോൾ ഇത് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും ആ ഒരു കിറ്റ് എടുത്ത് അതവിടെ ആവട്ടെ അതായിക്കൊണ്ടിരിക്കണം. ഓക്കെ. ഈ ഒരു കിറ്റിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രിൻറ്റും കൂടി മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു കിറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കിറ്റിൽ എന്തൊക്കെ സംഭവങ്ങളുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. നമുക്കൊരു ഡിസൈൻ ബുക്ക് വരുന്നുണ്ട്. പിന്നെ അതിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് ഓരോ മോഡലിനും ഓരോ പോലെ മെഷർമെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്ക് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ മോഡൽ നമുക്ക് ചെയ്യാം, സോഫ്റ്റ്വെയറിൽ ഏതൊക്കെ മോഡൽ അവൈലബിൾ ആണ് എന്നുള്ളത് എല്ലാ മോഡലും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ നോക്കിയിട്ട് നമുക്ക് മെഷർമെൻറ്റ് എടുത്ത് കസ്റ്റമറിന് എൻ്റർ ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതിലുള്ളത് ഇത് ഓരോരോ ഇതാണ് കേട്ടോ. സ്ലീവ്, ബാക്ക് ഡ്രോപ്പ്, ഗേൾസിൻ്റെ യൂണിഫോം, ബോയ്സിൻ്റെ യൂണിഫോം, ജെൻസിൻ്റെ ഷർട്ട്, അനാർക്കലി, കിഡ്സ്, അങ്ങനെ വെസ്റ്റേൺ പാൻസ്, അങ്ങനെ എല്ലാ തരം അതിൽ ഇങ്ങനത്തെ നല്ല നല്ല വെസ്റ്റേൺ മോഡൽസ് വരെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതാണ് മെയിൻ. ഇത് പാൻറ് വരെ തയ്ക്കാൻ പറ്റില്ല. പാൻറ്, ഷർട്ട്, കോട്ട്, യൂണിഫോംസ് അങ്ങനെയെല്ലാം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഫുൾ അതിൻ്റെ ഒരു കാറ്റലോഗ് ആണ് സംഭവം. ഇത് നമുക്ക് മെഷർമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു കിറ്റ് ഫ്രീ ആയാലും നമുക്ക് മെഷർമെൻറ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ട്രെയിനിങ് സൗകര്യം കൂടി വെക്കുന്നുണ്ട്. ഒരു 3 ദിവസത്തെ. അതെ, ലേസർ കട്ടിംഗ് മെഷീൻ ആണെങ്കിൽ 3 ഡേ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിന്റർ ആവുന്ന സമയത്ത് 1 ഡേ ഡയറക്റ്റ് ട്രെയിനിങ് കസ്റ്റമറുടെ പ്ലേസിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൂടി കൊടുക്കുന്നത് 1 വീക്ക് ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 3 ഡേയ്സ് നമ്മുടെ കസ്റ്റമറുടെ ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാണ്ട് ഒരാഴ്ച ഫ്രീ ട്രെയിനിങ് നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കേട്ടോ. അതിൽ ബ്ലൗസ്, ബാക്ക് ഇത് ഫ്രണ്ടിൻ്റെ ആണ്. ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ടക്ക് പോയിന്റ്, അതിങ്ങനെ സ്ലീവിൻ്റെ പോർഷൻസ് ഇനിയും ഉണ്ടാ. ഇനിയുള്ളത് നിർത്തി വെച്ചോ. ഇത് ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോക്കി കയറിയേ. നമ്മൾ കയറിയിട്ട് ഇനിയൊന്നും ആവണ്ടെന്ന് വിചാരിച്ചില്ല. ഓക്കെ. അയ്യോ ഓക്കെ. ഇത് സ്റ്റോപ്പ് അയ്യാ. ഓ കറക്റ്റ് ടൈമിങ്. അപ്പം ശരിക്കും പറഞ്ഞത് ആ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതാണ് ശരിക്കും നമുക്ക് പ്രിന്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇത് ജസ്റ്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ കത്ര കൊണ്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ലേസറിൽ വെച്ചിട്ട് ഡയറക്റ്റ് തുണിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു പ്രിന്റർ മെഷീനിൽ നിന്ന് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ആളെ മുങ്ങിന്നാ ഞാൻ വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. ഇനിയിപ്പോൾ ഈ ഒരു കട്ടിങ് ടേബിളിൽ നമ്മൾ തുണി വെച്ചിട്ട് ഈ ഒരു പേപ്പർ അതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് നോർമലായിട്ട് നമ്മുടെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അളവ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരിപാടി കഴിച്ച് പെട്ടെന്ന് തയ്ച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സിന്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് നമ്മുടെ ബുട്ടിക് സ്റ്റാർട്ടപ്പ് ചെയ്യണവർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്കൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സമയം ലാഭിക്കാം, പെട്ടെന്ന് പരിപാടി കഴിക്കാം, പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റും. ഇതാണ് നമുക്ക് മെയിൻ. അപ്പോൾ ഇത് ഈ ഒരു സംഭവമായി. ഇനി ഇത് പേപ്പർ ഇല്ല, പ്രിന്റ് ഇല്ല, ഒന്നും ഇല്ലാണ്ടുള്ളൊരു സിസ്റ്റം എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റമാണ്. ഇതാണ് ലേസർ മെഷീൻ. ഈ ഒരു ലേസർ മെഷീനിൽ നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മളിപ്പോൾ ഈ പാറ്റേൺ ആക്കി വെച്ചിട്ടുള്ള സംഭവം ഒന്നും വേണ്ട, ഡയറക്റ്റ് തുണിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് എൻ്റെ അളവിൻ്റെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇത് എൻ്റെ മെഷർമെൻറ്റ്, എൻ്റെ അളവിൻ്റെ. ഞാൻ ഇനി വേഗം തയ്ച്ച് ഇട്ടിട്ട് വരുന്ന പരിപാടിയൊക്കെ നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഡെമോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. നിങ്ങളിപ്പോൾ ഒരു യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ഡെമോ കൂടിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയാലോ സ്റ്റിച്ചിങ് ഇതെങ്ങനെയാണ്, ഇത് കട്ടിങ്. മെഷീൻ ഓണാക്കി
മെഷീൻ ഓൺ ആക്കുമ്പോൾ അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് തുണി വെച്ച് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഏതിലേക്കാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട ആ തുണി ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ സെയിം ആ അളവിൽ തന്നെ നമുക്ക് ഇവിടെ ഫുള്ള് കട്ട് ചെയ്യും കട്ടിങ് മെഷീൻ. ശരിക്കും പറഞ്ഞാൽ കട്ടിങ് മെഷീൻ എന്നല്ല പറയുക, ഇതിനെ ലേസർ മെഷീൻ എന്നാണ് മെയിനായിട്ട് ഇതിനെ പറയണത്. അപ്പോൾ ഈ ഒരു മെഷീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു യൂണിറ്റിൽ ഇത് ധാരാളം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി എത്ര ടൈം എടുക്കും ഇത് കട്ട് ചെയ്ത് ലേസറാക്കി വരാൻ? 2 സെക്കൻഡ്സാ? 2 സെക്കൻഡ്സാ? വാവ്, ഗ്രേറ്റ്, അടിപൊളി. അപ്പോൾ ഒരു 2 സെക്കൻഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഫുൾ നമുക്ക് കട്ടിങ് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടി. അടിപൊളി. അപ്പോൾ തയ്ക്കാനും അധികം സമയം വേണ്ട. ബ്ലൗസ് തയ്ക്കാൻ അറിയുന്നവരൊക്കെ 1/2 മണിക്കൂർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലൗസായി. ഇതെന്തായാലും ഇത് സ്റ്റാർട്ടായാ? ഇല്ല, നമ്മളവിടെ സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്താലേ അവിടെ സ്റ്റാർട്ട് ആവും. ഓക്കെ, ഓണാക്കി. അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് നോക്കാം. അപ്പോൾ കണ്ടോ, കറക്റ്റ് ആ ഒരു അളവിൽ ഒരു എന്താ പറയുക വേസ്റ്റ് പോലും ഇല്ലാണ്ട്, തുണിയിൽ ഒരു വേസ്റ്റേജ് പോലും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ തുണി മുകളിലത്തെ അടിയിലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിന്ന് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. ഇതിപ്പോൾ ഡബിൾ ലെയർ ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു കട്ടിങ് ചെയ്യുന്നത്. കാരണം സ്ലീവിന് 2 കൈക്കുള്ള തുണി, അതിന് വേണ്ടിയിട്ട് 2 മടക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനാണ് ഇത് കഴിഞ്ഞത്. ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ്. അങ്ങനെ ബാക്ക് പോർഷൻ വരുന്നുണ്ട്, ഫ്രണ്ട് പോർഷൻ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ പട്ടര പോർഷൻ വേറെ വരും. അടിപൊളി അല്ലേ. ഇതായത് ഒരു സെക്കൻഡും പോലും വേണ്ടി വന്നില്ല അത് ചെയ്യാനായിട്ട്. എന്തായാലും ആ ഒരു പരിപാടി അവിടെ നടക്കട്ടെ. എന്തായാലും ഇഷ്ടമായി. ഈ ഒരു മോഡലിൻ്റെ നമ്പർ വരുന്നത് എത്രയാണ്? 1390 മെഷീൻ മാം. നമുക്ക് 2 മോഡൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കട്ടിങ് ഏരിയ മാത്രമേ നമുക്ക് ഡിഫറൻറ്റ് വരുന്നുള്ളൂ. ഇത് 1390, കുറച്ച് ചെറിയ മെഷീൻ. കുറച്ച് വലുതായിട്ട് വേണം, നമുക്ക് നിറയെ ഓർഡേഴ്സ് ഉണ്ട്. നിറയെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും നിറയെ ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയിട്ട് ചെയ്യണമെങ്കിൽ 1610 മെഷീൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ചാൽ അതിൽ 1610 മോഡൽ നമ്പറാണ് പറയണത്. കഴിഞ്ഞ ഓൺലി 2 സെക്കൻഡ്സ്. കണ്ടോ, സിമ്പിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ബ്ലൗസ് കട്ട് ചെയ്യാൻ. ഞാനൊന്ന് ഓരോന്ന് എടുത്തോണ്ട് നോക്കട്ടെ. അപ്പോൾ ഇത് ചൂടാവില്ലല്ലോ? ചൂടാവില്ല. അപ്പോൾ ധൈര്യമായിട്ട് വെക്കാം. കണ്ടോ, ഇത്രയും സിമ്പിളാണ്. ഇത് ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ് പോർഷൻ. ഓരോരോ ഭാഗങ്ങൾ ഇനി ഇത് ഫുള്ളിങ്ങനെ കട്ട് ചെയ്തത്. അടുത്തത് എടുക്കണു. ചൂടാവില്ല, തുണിക്ക് കംപ്ലൈൻറ്റ് വരില്ല. അത് മെയിൻ പോയിന്റ് നമ്മൾ നോക്കണം. നമ്മൾ ഓരോ തുണി വെക്കുമ്പോഴും അത് ലേസർ വെച്ച് ചെയ്യുമ്പോൾ തുണിക്ക് കംപ്ലൈൻറ്റ് വരും. ഒരു കംപ്ലൈൻറ്റ് വരില്ല, ഒരു പ്രോബ്ലം ഇല്ല. കറക്റ്റ് ആളോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയാനായിട്ട്, ഇവിടെ ഇതാ നടുക്കിലത്തെ ആ ഒരു പോയിന്റ് വരെ കറക്റ്റ്. മറ്റേത് നമ്മളിങ്ങനെ തുണി മടക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് ആ ഒരു നടുക്കിലത്തെ പോയിന്റ് മാർക്ക് വരെ നമുക്ക് ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലും നോക്കിയാൽ ഇത് മാർജിനാണ് കേട്ടോ. ഈ ഒരു പോർഷൻ ഇത് മാർജിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് പോയിന്റ് എവിടെയാണ് ടക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ വരെ ടക്ക് പോയിന്റ് വരെ ഇതിൽ മെഷർ കട്ട് ചെയ്തിട്ട് വരുന്നത്. എനിക്കിത് ഭയങ്കര എന്താ പറയുക സൂപ്പർ. ഇത് അടുത്ത ഒരു പോർഷൻ എൻ്റെ എടുക്കട്ടെ. ഇത് എൻ്റെ ബാക്ക് പോർഷനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നൂലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. വേറൊരു പ്രശ്നമൊന്നും ഇല്ല നമുക്ക്. ഇനി ചിലപ്പോൾ ഞാൻ തന്നെ എടുത്ത് തയ്ച്ചിടേണ്ടി വരും. ഇത് വരുമ്പോഴും എൻ്റെ 4 ബ്ലൗസിൻ്റെ 4 പോർഷൻ. ഇനി ഇത് അരമണിക്കൂർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മുടെ യൂണിറ്റിലാണെങ്കിൽ അതിന് ഞാൻ ഇവിടെ ഏൽപ്പിക്കുക. അപ്പോൾ എനിക്ക് ഒരു ബ്ലൗസാക്കി തരണം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു സാധാരണ ഒരു ബ്ലൗസ് അറ്റ് എ ടൈം 2 സെക്കൻഡിൽ നമുക്ക് ലേസർ ഇട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഒരു സംശയം എന്ന് പറയുമ്പോൾ വലിയ ഗൗൺ ടൈപ്പ് ആയിട്ടുള്ള അനാർക്കലി സ്റ്റൈലിലൊക്കെ ആയിട്ടുള്ളത് എങ്ങനെ നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അതിനും പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുണി മടക്കിയിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഫുൾ തുണി വിരിക്കുന്നില്ല. പിന്നെ ഇതിൽ ഒരു 8 ലെയേഴ്സ് വരെ നമുക്ക് മടക്ക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും കൂടി എടുത്ത് പറയാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നോർമലി ഇപ്പോൾ നമുക്കൊരു അധികം വീതി ഇതൊന്നും ഇല്ല. വലിയ പാൻസ് അല്ലെങ്കിൽ വലിയ സൈസിന്റെ അളവിൽ കാര്യങ്ങളൊക്കെ തയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ 1610 അതാണ്. ഇത് വരുമ്പോൾ നമുക്ക് അപ്പോൾ അതിന് ജസ്റ്റ് ഇത്രയ്ക്ക് വ്യത്യാസമുള്ളൂ. 10 ഇഞ്ചിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 10 ഇഞ്ച് കുറച്ചുകൂടി നിങ്ങളുടെ വീതി കൂടും, അത്രേ ഉള്ളൂ. ബാക്കി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ സെയിം, ഒരു ഡിഫറൻസും ഇല്ല. കട്ടിങ്ങിനും ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ഇതിന്റെ ഒരു സംശയം ഞാൻ ആൾക്കാർ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഇത് കരിഞ്ചമ്പിലാണ് ഓടുന്നത്. യൂണിറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? അതെ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിന് വൈഫൈ കണക്ഷൻ വേണം, എന്നാലേ നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന മിക്സി ഗ്രൈൻഡർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു
കറണ്ടിന്റെ പ്രൊഡക്ഷൻ മാത്രം നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാനായിട്ട് വലിയ കറണ്ടിന്റെ പ്രശ്നം ആവശ്യം വരുന്നില്ല. പക്ഷെ വൈഫൈ എന്തായാലും വൈഫൈ കണക്ഷൻ വേണം. ഇപ്പൊ എല്ലാവരുടെയും വീട്ടില് സ്വരൂപമാണ്, എല്ലാവർക്കും വൈഫൈ ഉള്ളതാണ്. അപ്പൊ അതിന് ഒരു സ്പേസും കൂടി ഉണ്ടായാൽ മതി. അപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഈ ഒരു സംഭവം ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് യൂണിറ്റ് പെർഫെക്റ്റ് ആയിട്ടോ അടിപൊളി. എന്തായാലും മൊത്തത്തിൽ ഓവറോൾ ഇഷ്ടമായി. അപ്പം നമുക്ക് 1 മണിക്കൂർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലൗസും തയ്ക്കുക. ഇവിടെ പക്ഷേ സ്റ്റിച്ചിങ് ഓപ്ഷൻ ഇല്ല. ഇവിടെ ആകെ സെയിൽ മാത്രം ഈ ഒരു ലേസർ മെഷീൻ്റെ, അതും 2 ടൈപ്പ് ലേസർ മെഷീനാണ് ഉള്ളത്. ആ 2 ടൈപ്പ് ലേസർ മെഷീൻ്റെ സെയിൽ മാത്രമുള്ളൂ. പിന്നെ പോരാത്തതിന് നമുക്കൊരു പ്രിൻറ്റർ, ആ പ്രിന്റർ മേക്കിംഗ് സോഫ്റ്റ്വെയർ, ഇതിൻ്റെയും ഓപ്ഷൻസ് മാത്രമേ ഇവിടെ സെയിലുള്ളൂ. ഇനി ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ലൊക്കേഷൻ നമുക്ക് കോയമ്പത്തൂർ വരുന്നത് ഗണപതിന്ന് അത്തിപ്പാളയം പിരിവ്, ചർച്ച് റോഡ്, ശിവ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് നമുക്ക് 3 ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവിടെ പോയി ഡയറക്റ്റ്ലി ഡെമോ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 4 സ്ഥലമുണ്ട്. 4 സ്ഥലത്ത് നമുക്ക് അവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യണം. ഇപ്പോൾ ഹൈദരാബാദാണ് നിങ്ങൾ സ്റ്റേ ചെയ്യണത്, ചെന്നൈ ആണ് സ്റ്റേ ചെയ്യണത്, അല്ലെങ്കിൽ കോയമ്പത്തൂർ, പിന്നെ ബാംഗ്ലൂർ. ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യണം അവിടെ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഡെമോ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇപ്പോൾ മേടിച്ച് പോയി കഴിഞ്ഞാൽ, വീണ്ടും പറയാം, മേടിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫാഷൻ ഡോട്ടും നമ്മളും തമ്മിലുള്ള ബന്ധം തീരുന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ടും നമുക്ക് സർവീസസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു കൊല്ലത്തെ സർവീസസ് നമുക്ക് വേണ്ടിയിട്ട് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതിൽ ഒക്കെ നമുക്ക് പൈസ എന്തെങ്കിലും ചെറുതായിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അത് ഈ കാര്യമല്ല, ഏതൊരു കാര്യം നമുക്ക് നാട്ടുനടപ്പാണ്. 1 കൊല്ലം വരെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് അതിനൊരു ചെറിയ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ലേസർ കട്ടിംഗ് മെഷീൻ ആണെങ്കിൽ ഓയിൽ മെയിൻ്റെനൻസ് വരുന്നുണ്ട്, വാട്ടർ മെയിൻ്റെനൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റലേഷന് പോകുന്ന സമയത്ത് ഇവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു മെഷീൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആയി. അതെ അല്ലേ? കട്ടിങ്ങും വേണ്ട, ഒന്നും അറിയണ്ടെന്ന് വെച്ചാൽ ഒരു ടേപ്പ് ഉണ്ടായിട്ട് നമുക്ക് വളർന്നെടുത്താൽ മതി. ചിലർക്ക് ഈ കത്തര പിടിക്കുമ്പോൾ ഈ വിറക്കണേന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു കട്ടിംഗ് മാസ്റ്റർ ഒരു 30 മിനിറ്റിൽ കട്ട് ചെയ്യുന്ന ഒരു ബ്ലൗസ് നമുക്ക് ഒരു 2 സെക്കൻഡിൽ നമുക്ക് കട്ട് ചെയ്യാം. അതല്ല ഇപ്പൊ കാണിച്ചു തന്നത്, ഇത്രയും സിമ്പിൾ ആണെന്നുള്ളത്. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പൊ ഇത് ലേസർ ആയതുകൊണ്ട് തന്നെ തുണിക്ക് കംപ്ലൈന്റ് വരുമെന്നുള്ളത്. കാരണം ഇത് ചൂടാണല്ലോ കൊള്ളുന്നത്. അപ്പൊ ഞാൻ കൈ വെച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ്. ഒരു ചൂടുമില്ല, ഒരു പ്രശ്നമില്ല. ഇനി തുണി ഏത് തരം തുണിയൊക്കെ നമുക്ക് ഇതിൽ എല്ലാ ടൈപ്സ് ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ജീൻസിന്റെ ആയാലും എങ്ങനെ. പക്ഷെ 8 ലെയർ വരയ്ക്ക് നമുക്ക് ഒരേ മോഡല് സെയിം മെഷർമെന്റ് ആണെങ്കിൽ 8 ലെയർ വരെ വെച്ച് കട്ട് ചെയ്യാൻ. അപ്പൊ 8 ഡിഫറെന്റ് ജോഡിയായിട്ട് നമുക്ക് ജോഡിയല്ല, മീൻസ് 8 ആൾക്ക് അറ്റ് എ ടൈം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെയല്ല, നമുക്ക് ഒരേ ആളുടെ മെഷർമെന്റിൽ തന്നെ സെയിം മോഡൽ ആണെങ്കിൽ ഒരേ ടൈം കട്ട് ചെയ്യാം. ഇല്ല, ഡിഫറെന്റ് മെഷർമെന്റ് ഡിഫറെന്റ് മോഡൽ ആണെങ്കിൽ 1 ടൈം ഇട്ട് കട്ട് ചെയ്യാം. അതും കൂടി എടുത്ത് പറയണം കേട്ടോ. കിഡ്സിന്റെ ഇതുപോലത്തെ കൊടുപ്പ് നമുക്ക് അതെ, നമുക്ക് ഇതുപോലത്തെ മോഡലൊക്കെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. സെലക്ട് ചെയ്ത് മെഷർമെന്റ് ആഡ് ചെയ്താൽ മതി. അതിൻ്റെ കോട്ട് വേണം, ജീൻസ് ഉണ്ട്, ഇതൊക്കെ സംഭവം അടിപൊളിയായിട്ടോ. നമ്മൾ സാധാരണ ഈ എംബ്രോയിഡറി മെഷീനൊക്കെ അല്ല കൂടുതൽ നമ്മൾ ഇത് ചെയ്തിരിക്കണം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കട്ടിങ് ചെയ്യണ മെഷീൻസ്. കട്ടിംഗ് എന്ന് പറയുമ്പോൾ കട്ടിംഗ് മെഷീനായിട്ട് വേറെ സെപ്പറേറ്റ് ഉണ്ട്. അതല്ലാണ്ട് ഇതിനെ പറയണത് നമ്മൾ ലേസർ മെഷീൻ, ലേസർ കട്ടിംഗ്. മറ്റേത് കട്ടിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ 2 വേറെ ഉണ്ട് കട്ടിംഗ് മെഷീൻ. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടിനും പ്രോസസ്സിങ് ഡിഫറെൻ്റ് ആണ്. മറ്റേതെന്ന് പറയുമ്പോൾ തുണി വെച്ച് കഴിഞ്ഞാൽ ലെയറായിട്ട് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തുണി അങ്ങനെ ഇങ്ങോട്ടൊക്കെ അനങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒരു അനക്കം ഉണ്ടാവില്ല, ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ വീട്ടിൽ വരുന്നത് ഇൻസ്റ്റാൾ ചെയ്യാൻ? മാം പറഞ്ഞാൽ മതി എപ്പോഴാണോ ബുക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ലേസർ ആവുന്ന സമയത്ത് ഒരു 15 ദിവസത്തിന് ശേഷം നമ്മൾ ഡെലിവറി ചെയ്യും. കാരണം നമ്മളാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്, പൂനെയിലാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്. സോ അവിടെ നിന്ന് ഡയറക്ട്ലി കസ്റ്റമറുടെ പ്ലേസിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യും. അപ്പോൾ പൂനെയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെമോ കാണാൻ പറ്റുമോ? കാരണം ഇല്ല, അവിടെ നമ്മൾ മാനുഫാക്ചറിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഡെമോ കാണണമെങ്കിൽ ഈ ബ്രാഞ്ചസിൽ വരണം. നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്, സോഫ്റ്റ്വെയർ ഇവിടെ അവൈലബിൾ. പിന്നെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് ആൾക്കാരെ എത്തിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ അത് ഇട്ടിട്ട് ഓൺലൈൻ ഡെമോ അവൈലബിൾ ആണ്. ഓൺലൈൻ ആയിട്ട് നമ്മൾ അത് കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ഇഞ്ചിനെ കുറിച്ചിട്ട് പറയുക, എത്രയാണ് ഇപ്പൊ ഇതിന്റെ വരുന്നത്? ഇതിന് ഇഞ്ചസ്, അതായത് നമുക്ക് ഇതിന്റെ ഇഞ്ചസ് വരുന്നത് 53 ഇഞ്ചസിന് 36 ഇഞ്ചസ് ആണ് വരുന്നത്. 1390 മെഷീൻ. 1610 ആവുന്ന സമയത്ത് 63 ഇഞ്ചസിന് 54 അങ്ങനെ വരും. അങ്ങനെ അപ്പൊ ഇതുപോലൊക്കെ തയ്ക്കണമെങ്കിൽ ഇനി അധികം നേരം വേണ്ട. അപ്പൊ 2 നമുക്ക് ഇട്ടിട്ട് ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോയാലാ? കേട്ടില്ല ആള്?
കേട്ടില്ലേ? ആ മാം ഇട്ടിട്ട് പോവാം. അതല്ലാന്ന് ഇതുപോലത്തെ രണ്ടെണ്ണം നമുക്ക് രണ്ടുപേർക്കും തയ്ച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് പോയാലോന്ന്. ആ അങ്ങനെയും ചെയ്യാം. പെട്ടെന്നാവില്ലേ? പെട്ടെന്നാവും. അപ്പൊ ഇന്ന് രാത്രി ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ സെറ്റാണ് അല്ലേ? അതെ, പെട്ടെന്ന് നമുക്ക് കസ്റ്റമർ വന്ന് കൊണ്ടു തന്നാലും ഒരു ഡേയിൽ ഹാഫ് ഡേയിൽ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്ന് അർജന്റ് പറയണവർക്കൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. അഡ്രസ്സൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ fashion.englaser പ്രൈവറ്റ് ലിമിറ്റഡ് കേട്ടോ. ഇതാണ് ടൈലറിങ് ബുട്ടീക്ക് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവർക്കൊക്കെ ഉള്ള ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ സൊല്യൂഷൻ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അപ്പം എൻ്റെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ടില്ല, അത് ഇട്ടിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ബ്ലൗസ് എവിടെയെങ്കിലും ഇതൊന്നും കാണിച്ചിട്ടില്ല. വരൂ, എൻ്റെ ബ്ലൗസ് അല്ലേ ഇതൊക്കെ തയ്ക്കുന്നത്? അപ്പം ഇത് ഇവിടെ തയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തയ്ക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇവിടെ ആകെ ലേസറിൻ്റെയും പ്രിൻറ്റിൻ്റെയും സെയിൽ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും ടൈമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എത്ര ടൈമായി? ആ നേരം കൊണ്ട് എൻ്റെ ഇവിടുത്തെ ഈ ബാക്ക് പോർഷൻ കഴിഞ്ഞു. ബാക്ക് ഹുക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടത്. എൻ്റെ ഈ ഒരു ബാക്ക് പോർഷൻ കഴിഞ്ഞു വിത്ത് ലൈനിങ് അടക്കം. അതും കൂടി എടുത്ത് പറയാം. ഇത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തും കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇവിടെ വീണ്ടും പറയാം, സ്റ്റിച്ചിങ് യൂണിറ്റ് അല്ല ഇത് വെറുതെ ലേസറും അതുപോലെ തന്നെ പ്രിൻറ്റിൻ്റെ സെയിലിൻ്റെ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് വേഗം ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനതൊന്ന് ഇട്ടിട്ട് വരാം കേട്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. ബ്ലൗസൊക്കെ ഇട്ട് റെഡിയായി, കറക്റ്റ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്. പിന്നെ കട്ടിങ് കറക്റ്റ് ആയാലും സ്റ്റിച്ചിങ്ങിലും കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു അളവിൽ തന്നെ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നു. പക്ഷേ ഇവിടെ സ്റ്റിച്ചിങ്ങിൽ വീണ്ടും പറയുകയാണ്, ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിന് ഞാൻ ഇത്രയും ടൈം മതി നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര ടൈം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ കാശ് കുറേ വീഴും. ഇനി കുറച്ചുകൂടി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാനായിട്ട് ഇതിൽ കറണ്ട് അധികമൊന്നും വേണ്ട. എത്ര വേണം? നമുക്ക് 1 ഹവറിന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് 1 യൂണിറ്റ് കറണ്ട് മതി. പിന്നെ വേറെ കുറേ ഡൗട്ട് ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ ലേസർ മെഷീനിലൊക്കെ നമ്മൾ ക്ലോത്ത് വെക്കുമ്പോൾ ഏത് തരം ക്ലോത്ത് നമ്മൾ ഇതിൽ വെക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഈ ബനിയൻ സ്റ്റഫ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് സീക്വൻസ് വർക്ക് ആയിട്ടുള്ളതാണോ, അങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കുഴപ്പം വരുന്നില്ല. നമുക്ക് ഏത് ക്ലോത്ത് ആണെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പവർ കൺസംഷൻ എന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട് ഓരോ ക്ലോത്തിനും. ചിലത് കട്ടിയായിട്ടുള്ള ക്ലോത്ത് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീന് ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇനി നിങ്ങൾക്കും അറിയില്ല. ഇത് നിങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് ഇവിടെ 3 ദിവസത്തെ ഒരു ട്രെയിനിങ് ക്ലാസ്സിനായിട്ട് ആളെ വിടുന്നതായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ക്ലോത്തിന് എത്ര പവർ കൊടുക്കണം, എത്ര പവർ കുറയ്ക്കുക. കാരണം സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കരിയും, അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കട്ടിയായിട്ട് തുണി, ഇപ്പോൾ ഈ ഡ്രൈവർമാരൊക്കെ ഉപയോഗിക്കുന്ന ഈ കാക്കീര പോലത്തെ നല്ല കട്ടിയുള്ള തുണി, ജീൻസിൻ്റെ, അതിന് ഓരോന്നിനും ഓരോ സെറ്റിങ്സ് ആണ്. പക്ഷേ എല്ലാ തരം ക്ലോത്ത് നമുക്ക് ഈ ഒരു ലേസർ മെഷീനിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞു വരുന്നത്. അതും 1 ഹവറിന് 1 യൂണിറ്റ്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓണമൊക്കെയാണ്. അപ്പോൾ ഓണത്തിന് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിന് നമ്മൾ 5% ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെലിവറി നമുക്ക് ഫ്രീ ആണ്. ഷിപ്പിംഗ് ചാർജസ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പ്രിൻ്ററിനാവുന്ന സമയത്ത് നമുക്കൊരു പേപ്പർ ബണ്ടിൽ ഫ്രീ വരുന്നുണ്ട്. 5% ഓഫർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് EMI ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓണത്തിന് ധമാക്ക ഓഫറാണ് വരുന്നത്. 5% ഫ്രീ, പ്രിന്റർ ആണെങ്കിൽ അതിന് പേപ്പർ ബണ്ടൽ ഫ്രീ, പിന്നെ നമുക്കൊരു കിറ്റ് കിട്ടുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ. അങ്ങനെ അത് ഈ ഒരു ഓഫർ ഇപ്പോൾ ഈ ഓണ സമയത്ത് മാത്രമുള്ള. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി മാറും. അപ്പോൾ മേടിക്കുന്നവരാണെങ്കിൽ ഇതിപ്പോൾ തന്നെ മേടിച്ചോട്ടെ. കാരണം ഓണത്തിന് നല്ല ഓഫേഴ്സ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ലേസർ മെഷീനും പ്രിൻറ്റിൻ്റെ സെയിലും മാത്രമാണ്. ബ്ലൗസ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ല, സെയിലും ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഡെമോ. ഇത്രയോ നേരം മതി നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ആവാനായിട്ട് അല്ലേ? അതെ. അപ്പോൾ പേര് മറന്നു. അഞ്ജു കൃഷ്ണ. കൃഷ്ണ എന്നുള്ളത് വിടില്ല അല്ലേ? അച്ഛൻ്റെ പേര്. അതെ. ഓക്കെ. അപ്പോൾ കൃഷ്ണ കൂടെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ ഇത് കോയമ്പത്തൂരാണ്. ഇത് കൂടാണ്ട് 4 ബ്രാഞ്ച് ഉണ്ട്. 4 ബ്രാഞ്ചല്ല, 3 ബ്രാഞ്ച് ഉണ്ട്. ഇതടക്കം 4. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ആൻഡ് മെയിൻ ഓഫീസ് വരുന്നത് കോയമ്പത്തൂർ ഗണപതിയിൽ അത്തിപ്പാളയം പിരിവ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെമോ കാണാം. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടായാലും നമ്മൾ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് ഒക്കെ കുത്തി ഓൺലൈൻ ഡെമോ നമുക്ക് അവൈലബിൾ ആണ്. ഡയറക്റ്റ് ഡെമോയും അവൈലബിൾ ആണ്. ഏത് ഭാഷയിലുള്ള ആൾക്കാർ വേണമെങ്കിലും വിളിച്ചാലും ഇവിടെ ഞങ്ങൾ സ്റ്റാഫ്സ് റെഡിയാണ്. ഫുൾ ടീം ബാക്ക് സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഓണത്തിന് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ 2 പേക ഒരു ആശംസ. ഓക്കെ. എന്താണെന്നുള്ളത് ആകെ കൺഫ്യൂഷൻ ആയിട്ടാണ് നിൽക്കണം. എന്തായാലും ഒരു ബൈ പറഞ്ഞ് പോവാം. ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.